വളാഞ്ചേരി നഗരസഭയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയതിന് വനിതാ കൗൺസിലറെ ചെയർമാൻ അപമാനിച്ചതായി ആരോപണം. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ചെയർമാൻ തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും രാജിവെക്കണമെന്നും നഗരസഭാ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയിൽ ഞാൻ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി ഒരു ചാനൽ റിപ്പോർട്ടും നൽകിയിരുന്നു. അതിന് മറുപടിയായിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ 2 പത്രസമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയുണ്ടായി. അതിലൊരു പത്രസമ്മേളനത്തിൽ ചെയർമാൻ എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൽ 3 കാര്യങ്ങളാണ് ചെയർമാൻ പറയുന്നത്. അതിന് മറുപടി പറയേണ്ടത് ഏറ്റവും അർഹയായത് ഞാൻ തന്നെയാണ്. എന്നെക്കുറിച്ചാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന് പറഞ്ഞത് വാർഡ് കൗൺസിലർ ആ വാർഡിൻ്റെ കൗൺസിലർ തന്നെ ആ ഊഞ്ഞാലിലിരുന്ന് ആടി എന്നാണ്. ഞാൻ ആ ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് പോന്നതിന് ശേഷം ഇന്നേ വരെ ആ പാർക്കിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം എനിക്കെൻ്റെ കോളേജ് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ ഉദ്ഘാടന ദിവസം നിങ്ങൾ പത്രമാധ്യമങ്ങൾ തന്നെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ എത്രത്തോളം ആളുകളാണ് ആ ഊഞ്ഞാലിലിരുന്ന് ആടിയത് എന്നത്. മാത്രമല്ല ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ ഭാര്യയും എൻ്റെ കൂടെ ഊഞ്ഞാലാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണപക്ഷ കൗൺസിലർമാരും അതല്ലാത്ത അന്ന് വന്ന ആളുകളിൽ ഒട്ടുമിക്ക ആളുകളും ആ ഊഞ്ഞാലിൽ ആടിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഒരു നിർദ്ദേശ ബോർഡുകളൊന്നും വെച്ചിട്ടില്ല. കുട്ടികളാണോ ഉപയോഗിക്കേണ്ടത്, വലിയവരാണോ ഉപയോഗിക്കേണ്ടത് എന്ന നിർദ്ദേശ ബോർഡുകളൊന്നുമില്ല. അപ്പം അന്ന് ആ പാർക്കിൽ നിന്ന് പോന്ന എന്നെയാണ് ഇപ്പോൾ അത് ഊഞ്ഞാലിലാടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അപകടം പറ്റിയ കുടുംബത്തെയും അത് ടീച്ചറുടെ കുടുംബമാണെന്നും പറഞ്ഞിട്ട് ടീച്ചറെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരു നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പറ്റിയതായിട്ട് ആ ഒരു പ്രസ്താവന പിൻവലിക്കണം എന്നാണ്. അതുപോലെ തന്നെ ഒരു കൗൺസിലറോട്, ഒരു വനിതാ കൗൺസിലറോട് ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു ചെയർമാൻ ആ സ്ഥാനത്തിന് അർഹനല്ല എന്നെല്ലാം കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. നഗരസഭ നിർമ്മിച്ച പാർക്കിലെ ഉപകരണങ്ങൾ തകർന്നു വീഴുന്നതിനെതിരെ പരാതി നൽകിയതിന് പ്രതികാരമായി അവഹേളിക്കുകയാണെന്നും അഴിമതികൾ മറച്ചുപിടിക്കാൻ ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടി.പി. അച്യുതൻ, സാജിദ ടീച്ചർ, നൌഷാദ് അച്ചു, ഫൈസൽ തങ്ങൾ, വീരാൻകുട്ടി പറശ്ശേരി, അബ്ബാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ